ഹലോ ഗൈസ്, നമ്മളിപ്പം എവിടെയാണുള്ളതെന്ന് ഒന്ന് ഗെസ് ചെയ്യാവോ? ഈ ചുട്ടാ, നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്? ലാൽബാഗ്. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെ ലാൽബാഗിലാണേ ഉള്ളത്. റിച്ചൂട്ടനും ഞാനും ചേട്ടായിയും അച്ഛനും അമ്മയും ഞങ്ങൾ ഇത്രയും പേരാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം വന്ന ടൈമിൽ ഞാനും റിച്ചൂട്ടനും ചേട്ടായിയും കൂടെ ഫസ്റ്റ് ടൈമിലൊന്ന് വന്നിരുന്നു. പക്ഷേ നമ്മൾ വന്നപ്പോൾ ടൈം കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയിരുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോവുക ചെയ്തു. പിന്നെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞ് നമുക്ക് അച്ഛനും അമ്മയായിട്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. അങ്ങനെ ലാൽബാഗിലെത്തി. 240 ഏക്കറിലാണ് ലാൽബാഗ് സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താനാണ്, അതായത് അച്ഛനായിട്ട് ഹൈദരാലിയാണ് ഇത് പണി കഴിപ്പിച്ചതെങ്കിലും അതിനുശേഷം ടിപ്പു സുൽത്താനാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയെന്ന് പറയുന്നു. ഇതിൻ്റെ പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. അതായത് കഥയെന്നല്ല, ലാൽബാഗ് എന്ന ചുവന്ന തോട്ടം എന്നാണ് അർത്ഥം. ഈ ലാൽബാഗിൽ നേരത്തെ ഒരുപാട് ചുവന്ന റോസാപ്പൂക്കളുണ്ടായിരുന്നു. ആ റോസാപ്പൂക്കളുടെ പേരുകൊണ്ടാണ് ഇത് ചുവന്ന തോട്ടം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയെന്ന് പറയുന്നു. ലാൽബാഗിലെ കവാടം കടന്നു എന്നാൽ ആദ്യം നമ്മൾ സ്വീകരിക്കുന്നത് അവിടുത്തെ വർണ്ണശബളമായ കാഴ്ചകളാണ് എന്ന് സാഹിത്യ രൂപേണ പറയാം. പക്ഷേ എന്നെ സ്വീകരിച്ചത് അവിടെ തനത് ശൈലിയിലും മുളകുപൊടി ഉപ്പും പുരട്ടിയ ഫ്രൂട്ട്സും നാവിൽ വെള്ളമൂറുന്ന ബോൾപൂരിയും വിൽക്കുന്ന കച്ചവടക്കാർ തന്നെയാണ്. കാരണം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതാണ്, നല്ല പോലെ വിശക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ആ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങി. ശേഷം ദേണ്ടെ ഈ ഒരു പുൽമൈതാനത്ത് വന്നിരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കാണാം അടുത്ത കാഴ്ചകളെന്ന് വിചാരിച്ചു. കാരണം ട്രാവൽ ചെയ്ത് വരാൻ കുറച്ച് ദൂരമുണ്ട് നമ്മുടെ ഹോസ്റ്റലും ഈ ലാൽബാഗും തമ്മിൽ. കൂടെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതിൻ്റെ ചെറിയൊരു ക്ഷീണവും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ, പിന്നെ ചുമ്മാ ഇന്ന് റെസ്റ്റ് എടുക്കാൻ മാത്രമല്ലല്ലോ ഇങ്ങോട്ട് വന്നത്, കാഴ്ചകൾ കാണാനല്ലേ. വീണ്ടും കാഴ്ചകളുടെ ലോകത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി. ഒരുപാട് കാണാനുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഞാൻ പോയതിൽ വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു സ്ഥലമാണ്. ഇവിടെ തന്നെ ഫോട്ടോഷൂട്ട് കണക്കാണ്, അച്ഛനും മോനും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും കൂടെ. പിന്നെ പറയേണ്ടതില്ലല്ലോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ലേ, വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഈ നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്നൊക്കെ മാറി സമാധാനമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് തീർച്ചയായും ലാൽബാഗിലേക്കാണ് വരേണ്ടത്. പിന്നെന്താ പറയേണ്ടത്, ഈ രാവിലെയും വൈകിട്ടൊക്കെ നടക്കാൻ പോകുന്നവരില്ലേ, അവർക്കൊക്കെ പറ്റിയൊരു കേന്ദ്രമാണിത്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ഇഷ്ടം പോലെ സീനറിയാണ്. ഫോട്ടോഷൂട്ട് നടത്താനാണെങ്കിലും റീൽസ് എടുക്കാനാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഗ്ലാസ് ഹൗസ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് തന്നെ ഇതിനെ പറയാം. ലണ്ടനിലെ ക്രിസ്റ്റ്യൻ പാലസിൻ്റെ മാതൃകയിലാണ് 1889 നിർമ്മിച്ചിട്ടുള്ളത്. നേരെ ബേൽപൂരി ചേട്ടന്മാർ വന്നു. ഈ പിന്നെ ബേൽപൂരി ഐസ്ക്രീമും എല്ലാം കഴിച്ചിട്ട് അടുത്തിടത്തേക്ക് പോകാം. അടുത്തിടത്തേക്കല്ല, ഗ്ലാസ് ഹൗസിലേക്ക് പോകാം. വർഷത്തിൽ 2 തവണ, അതായത് ജനുവരി 26 ഓഗസ്റ്റ് 15 ഇവിടെ നടക്കുന്ന ഫ്ലവർ ഷോ ഉണ്ടല്ലോ, വളരെ പ്രശസ്തമാണ്. ഇവിടെ ഡയറക്ഷൻ ബോർഡും കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കും. നമ്മളിപ്പോൾ ഗ്ലാസ് ഹൗസിലോട്ടാണ് പോകുന്നത്. ഗ്ലാസ് ഹൗസിന് ഏകദേശം 130 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഈ ഗ്ലാസ് ഹൗസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? എത്ര വെയിലടിച്ചാലും ചൂട് ഉള്ളിലേക്ക് കടക്കില്ല. പിന്നെ ഒരു കാര്യം, ഇവിടെ വരാൻ വൈകിട്ട് 6 മണി വരെ പാസ് കിട്ടുകയുള്ളൂ. അതിനുശേഷം വന്നാൽ പാസ് കിട്ടില്ല. ഇത് ഞങ്ങളുടെ പാളിപ്പോയ ഒരു റീലിൻ്റെ ഭാഗ്യപത്രമാണ് കേട്ടോ. ഈ മരക്കൊമ്പിലിരിക്കുന്ന ആരെന്നറിയാവോ? അതെ, അവൻ തന്നെ. അവനെ കുരങ്ങാന്ന് വിളിച്ചു. ഇവിടുത്തെ മരങ്ങളും ഗ്ലാസ് ഹൗസും പോലെ തന്നെ അവിടെ പോകുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാഴ്ചയാണ് അവിടുത്തെ കുരങ്ങുകൾ. മക്കാക്ക് വിഭാഗത്തിൽപ്പെട്ട കുരങ്ങുകളെയാണ് ഇവിടെ കൂടുതലായി കാണാറുള്ളത്. അതുപോലെ തന്നെ ഈ കുരങ്ങുകൾക്ക് ഭക്ഷണം നൽകുന്നത് പാർക്ക് നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരുപാട് കുട്ടിക്കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു അമ്മക്കുരങ്ങും കുട്ടിക്കുരങ്ങുമാണ്. ഇത് കുറേ നേരം നമ്മളിതിനെ നോക്കി നിന്ന് റിച്ചുക്കുട്ടൻ എന്ത് ചെയ്താൽ അവിടെ നിന്ന് വരത്തില്ലായിരുന്നു. അതിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നേ. ഇവിടുത്തെ വലിയ മരങ്ങളും നിബിഡമായ സസ്യങ്ങളും ഒക്കെ കുരങ്ങുകൾക്ക് ഒളിഞ്ഞിരിക്കാനും കളിക്കാനും പറ്റിയ ഒരു പ്രധാന ഇടമാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ്. അടുത്ത നമ്മൾ പോയത് ലേക്കിൻ്റെ സൈഡിലേക്കാണ്. ലാൽബാഗിൻ്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ ലേക്ക്. പാർക്കിലെ ഏറ്റവും ശാന്തവും മനോഹരവുമായൊരു ഭാഗമാണ് കേട്ടോ ഇത്. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഏകദേശം 40 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ തടാകം ലാൽബാഗിലെ പച്ചപ്പിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ്. 1000-ലധികം വരുന്ന സസ്യങ്ങളും മരങ്ങളും ഇവിടെയുണ്ട്. ചില മരങ്ങൾക്ക് 100 വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഈ പച്ചപ്പും മനോഹാരിതയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമാണ്. ബാംഗ്ലൂരിലെ
തിരക്കുകൾക്കിടയിൽ നിന്ന് മാറി നിന്ന് കുറച്ച് സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലേസാണ് ഇവിടം. കുറച്ച് കാമായിട്ടുള്ള, എത്ര അധികം ജനങ്ങൾ വന്നാലും അതിനെയെല്ലാം ഉൾക്കൊള്ളാൻ ഇതിന് സാധിക്കും. അതിനായി പ്രകൃതി ഇവിടെ എന്താ പറയേണ്ടത്, അതിന് വാക്കുകളില്ല. അത്ര മനോഹരമായിട്ടാണ് ഇതിലെ ഓരോ ഭാഗങ്ങളും അവർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോകൾ എടുത്തു കേട്ടോ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയിരുന്നു ഇത്. അമ്മ പറഞ്ഞു അമ്മ പോയതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടൊരു പ്ലേസ് ആയിരുന്നു ഇതെന്ന്. സന്ധ്യയായി വരികയാണ്, ഇറങ്ങാൻ സമയമായി വരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിലും ഇവിടെ സൈഡിലൊക്കെ റീൽസും ഫോട്ടോഗ്രാഫിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. കച്ചവടക്കാർ അവരുടെ വഴിക്ക് നല്ല രീതിയിൽ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് റിച്ചിക്കുട്ടൻ്റെ ഒരു ബഹളം, ബബിൾസ് വേണമെന്ന്. അങ്ങനെ ബബിൾസും വാങ്ങി. ലാൽബാഗിൽ നമ്മളുണ്ടായിരുന്ന അത്രയും സമയവും എത്ര മനോഹരമായിരുന്നറിയോ. നിങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായും വന്ന് പോകേണ്ട ഒരു സ്ഥലമാണ് ലാൽബാഗ്. അത്രയ്ക്ക് മനോഹരമാണ് ആ പ്ലേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.